ഇത് നാലാലിപ്പാടം ഗ്രാമം. നാൽക്കാലിപ്പാടം ലോപിച്ചാണത്രേ നാലാലിപ്പാടമായത്. ഈ കുഗ്രാമത്തിനു മുകളിലൂടെ 30 അടി ഉയരത്തിൽ 6 വരി ദേശീയപാത കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഗതാഗത സൗകര്യവും മറ്റു വികസന കാര്യങ്ങളും എത്തിനോക്കിയിട്ടില്ലാത്ത നാലാലിപ്പാടം ഗ്രാമം ഇപ്പോഴും ഒരു 50 വർഷം പിന്നിലാണ്. മഴ എത്തിയാൽ ചെളിക്കണ്ടമായി മാറുന്ന ഗ്രാമീണപാതയിലൂടെ 3 കിലോമീറ്ററുകളോളം വളഞ്ഞു ചുറ്റി വേണം ദേശീയപാതയിലേക്ക് കയറാൻ. നിഷ്കളങ്കരായ ഒരു കൂട്ടം ഗ്രാമീണർ ഇവിടുത്തെ അന്തേവാസികളാണ്. ഒന്നിനും ഒരു പരാതിയും പ്രതിഷേധവുമില്ലാത്തവർ. നാട്ടിൽ ജനാധിപത്യ വ്യവസ്ഥിതി നിലനിൽക്കെ തന്നെ ഈ ഗ്രാമാധികാരം ഇന്നും അധികാരി മാധവമേനോനിൽ ഭദ്രം. തന്റെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും അവധി ദിനങ്ങളിൽ നാട്ടിലെ അല്ലറ ചില്ലറ തർക്കങ്ങളിൽ തീർപ്പു കൽപ്പിക്കാനെത്തുന്ന അധികാരിയുടെ മരുമകനും കൂടിയായ വക്കീൽ രാമചന്ദ്രമേനോൻ. ഭൂപരിഷ്കരണ നിയമം കാര്യമായി ബാധിക്കാത്ത നാട്ടിലെ പ്രഭു താടി കിട്ടുണ്ണി നായർ. സർവീസിലിരിക്കെ പലരുടെയും സമ്മർദ്ദങ്ങൾക്കു വഴങ്ങി വിടുപണി ചെയ്യേണ്ടി വന്ന തികഞ്ഞ അയ്യപ്പ ഭക്തൻ കൂടിയായ രാമൻകുട്ടി പോലീസ്. പ്രദേശവാസികളുടെ ഭൂതവർത്തമാന ഭാവി പ്രഭവകേന്ദ്രം കാർത്തികേയ പണിക്കർ. ഇത് കുഞ്ഞുണ്ണി നായർ. പുരോഗതിയുടെ മലവെള്ളപ്പാച്ചിലിൽ എല്ലാം നഷ്ടപ്പെട്ട ദരിദ്ര കർഷകൻ. നാട്ടിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വനിതാ പ്രാതിനിധ്യം മെമ്പർ ലക്ഷ്മിക്കുട്ടിയമ്മ. വക്കീലിന്റെ വിശ്വസ്തനായ കാര്യസ്ഥൻ. അപ്പു ഈ നാടിന്റെ നിഷ്കളങ്കത മുഖമുദ്രയാക്കിയ ശിവരാമൻ. ഇത് ശംഭു എമ്പ്രാന്തിരി, നാട്ടുകാരുടെ ആത്മീയ ആചാര്യൻ. വിപ്ലവം തലയ്ക്കു പിടിച്ച് വിദ്യാഭ്യാസം പാതി വഴിയിൽ ഉപേക്ഷിച്ച നാട്ടുകാർ രഹസ്യമായി നീലച്ചടയൻ എന്നുകൂടി വിളിക്കുന്ന സ്വദേശി നാരായണൻകുട്ടി. ഇന്ന് വക്കീലിന്റെ പുമുഖത്ത് കൂടിയിരിക്കുന്ന ഈ ഞായറാഴ്ച കോടതിയിൽ കുഞ്ഞുണ്ണിയുടെ പരാതിയിൽ വാദം കേൾക്കാൻ പോവുകയാണ്. എഴുതിയിട്ടില്ല. ആ എന്താ കുഞ്ഞിന്റെ എന്റെ ചെക്കനെ കൊണ്ട് ഇപ്പോഴും ഉപദ്രവം ഉണ്ടോ? ഇല്ല കുറച്ചു കുറവുണ്ട്. ചാലോ ഇന്നലെ വേലിയർക്കലേ മുട്ടത്തോടും ചെമ്പരത്തിപ്പൂവും കണ്ടു എന്ന് പറഞ്ഞ വേണ്ട പുകയിലുണ്ടായി. അല്ല രാവുണ്ണിയേട്ടാ, നമ്മുടെ കുഞ്ഞുട്ടി ഇപ്പൊ മന്ത്രവാദം തുടങ്ങിയോ? കുഞ്ഞുണ്ണി ഇറങ്ങിയിട്ടുണ്ടോ എനിക്കറിയില്ല. പക്ഷെ ആ ചേക്കൻ അവൻ ആരുടെ അടുത്തേക്കോ പോകേണ്ടതുകൊണ്ട്. അപ്പൊ നമുക്ക് പണി കിട്ടിയത് സാരം. ഇപ്പൊ ഈ അച്ഛനും മകനും തെറ്റിക്കുന്ന കാര്യേ അത് ഇനി മന്ത്രവാദം ചുമതല. അല്ല അധികാര വണ്ടിക്കാരന്റെ എന്റെ ചെക്കൻ പോ. അതെ, വണ്ടി പിന്നാക്കെടുത്ത് മൂപ്പരെ പുളിമുച്ചിമ തന്നെ ചെന്നിടിച്ചു എന്ന് പറയാൻ കേട്ടു. ആദ്യം നമ്മുടെ കുഞ്ഞുണ്ണിയുടെ ആടിനെ കൊണ്ടിടിച്ചു, അത് ചത്തു. ഇപ്പൊ ആ പുളിമുച്ചമ്മ കൊണ്ടിടിച്ചു, കാറും ചത്തു. കാളവണ്ടിക്കാരൻ ഡ്രൈവറായാൽ ഇങ്ങനെ പലതും പറ്റും, പലതും കേൾക്കും ചെയ്യാം. ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള കേസ് തന്നെയാണല്ലോ. ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. അല്ല കുഞ്ഞുണ്ണെ, ഇപ്പൊ ആട് ചത്തിട്ട് എത്ര ദിവസമായി? ഇന്നലേക്ക് 1 മാസമായി. എന്താ അധികാര നിലപാട്? മൂപ്പരെ 10 പൈസ തരില്ല എന്ന് തന്നെയാ പറയണേ. ഇതിനു വേണ്ടി മൂപ്പര് സുപ്രീം കോടതി വരെ പോവാനും ഒരുക്കാത്രേ. ഓഹോ, അങ്ങനെയും പറഞ്ഞോ? റോഡിന് വീതി കുറയാൻ കാരണം കുഞ്ഞുണ്ണി സ്ഥലം വിട്ടുകൊടുക്കാത്തോണ്ടാത്രേ.
ആഹാ. അതുകൊണ്ടാ അത്ര ഈ അപകടത്തിനും കാരണം. ഓ, അതും ന്യായം. എന്ത് ന്യായം? പണ്ടേ ഈ റോഡൊക്കെ വെള്ളച്ചാലായിരുന്നു, അറിയോ? വക്കീലിനെ അറിയോ? ഉം. അതെ, ഈ അധികാരിയെ ഈ വെള്ളം തൊടിയിലേക്ക് കിടക്കാതിരിക്കാനേ എതമാടി, അറിയോ? അന്നത്തെ ചെലവിന് പാടുപെടുന്ന എനിക്ക് മതില് മാടാനോ അതിര് നേരെയാക്കാനോ ഒന്നും സാധിച്ചില്ല. ആ. കുത്തിയൊലിച്ചു വരണ മലവെള്ളത്തിനെ ഇത് വല്ലതും അറിയണോ? കൊല്ലത്തിൽ 2 തവണ ഈ അധികാരി എന്റെ അതിരിടിച്ച് ചാലിന് വീതി കൂട്ട, അറിയോ വക്കീലിന്? അത് ശരിയാ കുഞ്ഞുണ്ണേട്ടൻ പറഞ്ഞത്. ആ കാലത്തൊക്കെ അധികാരി എന്ന് പറഞ്ഞാൽ ആരാ? നാട്ടുരാജാവല്ലേ. പേടിച്ചിട്ട് ഒരാളും ഒന്നും മിണ്ടില്ല. ഞാനും അയാൾക്ക് വേണ്ടി ഈ നാട്ടുകാരോട് കുറെ ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്റെ അയ്യപ്പസ്വാമി, ആ, എന്താ അതിന് വറക്കണേ? നിങ്ങൾ ഇരിക്കി, കുഞ്ഞുണ്ണി ഇങ്ങനെ ഇരുന്നോ. ഇവിടെ ഇരുന്നോ. സാരില്ല, അവിടെ ഇരുന്നോ, കുഴപ്പമില്ല. ആ, മെല്ലെ മെല്ലെ മെല്ലെ. ആ, വയസ്സായി. വയ്യാണ്ടേ. അങ്ങനെ വെള്ളച്ചാല് എടോഴിയായി, അത് ഈ പഞ്ചായത്ത് റോഡായി, ഇനി അത് റോഡാവും, പിന്നെ നാഷണൽ ഹൈവേ ആവും. നാടിന്റെ വികസനം ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിലൂടെ കൂടുതൽ സാധ്യമാവുമെന്ന് നാം വാദിക്കവേ തന്നെ ഓരോ റോഡിനും കണ്ണീരിന്റെ ഉപ്പുകലർന്ന നനവ് കൂടിയുണ്ടെന്ന് നാം മറന്നുകൂടാ. അധികാരി മാധവമേനും തോൽക്കാരൻ കൃഷ്ണൻകുട്ടി നായരും മടിയിൽ പണമുണ്ടെങ്കിൽ ഏത് അതിരും കയ്യേറാം, ഏത് പുറമ്പോക്കും സ്വന്താക്കും ചെയ്യാം. ഇവിടെ ഇനി നിന്നാ പുകിലാവും. എനിക്കാണെങ്കിൽ പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. ഞാൻ അങ്ങോട്ട് നടന്നാലോ? ബ്രദറേ, എന്നാ ഞാനും പോരന്നെ. എത്രയും പെട്ടെന്ന് ഇതിനൊരു തീർപ്പുണ്ടാക്കണം. വേണം വേണം, പാവം കുഞ്ഞുണ്ണേട്ടൻ. ഇപ്പൊ അതിന് 1 മാസം കഴിഞ്ഞു. ഇനി ഇത് നീട്ടി കൊണ്ടുപോകാൻ പറ്റില്ല. അതിന് അധികാരിയുടെ വന്നേ പറ്റൂ. വിചാരണ ചെയ്യണം. മരുമകൻ ജഡ്ജി ആയിരിക്കെ ഈ കോടതിയിലേക്ക് അധികാരി വരുമോ? വരുവോ? വരണ്ടേ? അല്ല, അപ്പല്ലേ എഴുത്തും കൊണ്ടുപോയത്? എന്താ മുമ്പിൽ പറഞ്ഞേ? യശ്മാൻ കുറെ കോടതി കണ്ടിട്ടുണ്ട്, അതിലൊക്കെ കേറി ഇറങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞു. കള്ളുടിയന്മാരുടെ ഞായറാഴ്ച കോടതിയിലേക്ക് വരാൻ പാവില്ല എന്നും പറഞ്ഞു. ആഹാ. അല്ല, ഈ കേസ് ഇപ്പൊ എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടി വരുമോ? എന്താ വലിയ നാണക്കേടാവേ ഇതൊക്കെ? അധികാരിക്ക് മുമ്പിൽ കോടതി തന്നെ പിരിച്ചിടേണ്ടി വന്നാ ഈ നാട്ടിലെ സാധാരണക്കാരുടെ ആശ്രയാണ്. ഇനി അയാള് കാരണം അതും കൂടി ഇല്ലാണ്ടായാൽ വെള്ളച്ചാല് പഞ്ചായത്ത് റോഡാക്കി അതും ഇതിലപ്പുറവും നടക്കും. ഒരാൾക്കും സ്ഥലം വിട്ടുകൊടുക്കാൻ പറ്റില്ല. എന്നാലോ ദേശീയപാത വരണ്ട വിചാരം. കാളവണ്ടിക്കാരന് കാറിന്റെ വളയം കിട്ടിയതിന്റെ അഹങ്കാരം സ്വന്തം അച്ഛനോട് തീർത്തു. അത് കുറ്റല്ലേ? പോയതൊക്കെ കുഞ്ഞുണ്ണിക്ക്. അപ്പൊ അതിന്റെ നഷ്ടാര് തീർക്കും? അതിന് മൂപ്പരൊന്ന് വന്നു കിട്ടണ്ടേ? ഇങ്ങോട്ട് വരുന്നില്ലെങ്കിൽ എല്ലാരും കൂടി അങ്ങോട്ട് പോണം. അങ്ങോട്ട് ചെന്നാ മതി. പിന്നെ ഏതെങ്കിലും കേസിൽ കുടുക്കിയിട്ടേ സാക്ഷാൽ കോടതി കയറ്റും. അധികാരി വന്നേ പറ്റൂ. പക്ഷേ എങ്ങനെ വരുത്തും? അധികാരിക്കൊരു പയ്യുണ്ട്, പയ്യനു മേയാൻ തൊടിയുണ്ട്, തൊടിയിൽ നിറയെ പുല്ലുണ്ട്, പുല്ലു തിന്നു വളർന്നു പയ്യ. ഓ, കഞ്ചാവ് കേറിനു. പുല്ലു തിന്നു വളർന്നു പയ്യ, കൊടുകുട പാലനുരത്തി പയ്യ. അധികാരിക്കൊരു പയ്യുണ്ട്,
പയ്യനുമേയാൻ തൊടിയുണ്ട്. അധികാരി പട വരണം, ഇല്ലെങ്കിൽ വരുത്തും ഞാൻ പട. എങ്ങനെ എങ്ങനെയാണ് വരിക? എങ്ങനെ വരുത്തും? എങ്ങനെ വക്കീലെ വരുത്തുക? എങ്ങനെയും വരുത്തും. വക്കീല, അധികാരിക്കുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കി വെച്ചോളൂ. ഹ. അധികാരിക്കൊരു പയ്യുണ്ട്, പയ്യനുമേയാൻ തൊടിയുണ്ട്, തൊടിയിൽ നിറയെ പുല്ലുണ്ട്, പുല്ലിരുന്നു വളർന്നോ പയ്യൻ. അധികാരിക്കൊരു പയ്യുണ്ട്, പയ്യനുമേയാൻ തൊടിയുണ്ട്, തൊടിയിൽ നിറയെ പുല്ലുണ്ട്, പുല്ലിരുന്നു വളർന്നോ. സ്വദേശി അധികമൊന്നും പറയാറില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അത് നടത്തും. നടത്തിയിട്ടേ പിടിവിടൂ. പുലിയുറുമ്പിന്റെ ജന്മ. ഈശ്വര, ഈ സ്വദേശി ഇനി കഞ്ചാവിന്റെ പുറത്ത് ഇനി എന്തൊക്കെയാ ഉണ്ടാക്കി തീർക്കാന്ന് അറിയില്ല. ബടവാ 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 ഭയ്യ. ബടവാ ഭയ്യ. വക്കീല, അധികാരിയുടെ പയ്യനെ ഞാൻ ജപ്തി ചെയ്ത് കൊടുക്കും. അധികാരി പണവും കൊണ്ട് വന്നില്ലെങ്കിൽ ഈ പയ്യന്റെ വക കുഞ്ഞുണ്ണിയായിരുന്നു. അന്യായമല്ല നാരണക്കുട്ടിയെ. എന്താ അന്യായം? തരാത്ത മേനോട് വിടാതെ ഇറക്കണം എന്നുള്ളത് പഴയ ന്യായം. കണ്ടാലറിയാത്ത മേനവും കൊണ്ടാലറിയും, അത് ഇന്നത്തെ ന്യായം. വക്കീല, മേനോന്റെ പിന്നാലെ വരുന്നുണ്ട്. ഓഹോ, ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കും. നിങ്ങളായി നിങ്ങളെ പാടായി. പാലിച്ചു പാലിച്ചു. ഇട്ടവിടെ അവിടെ ഇല്ലേ? നാനൂറിനും പടം വെച്ച് തുടങ്ങി ഇല്ലേ? വേലി കോലില്ലാത്ത വളപ്പെന്ന് ആട് റോട്ടത്തിലാക്കി. കട്ടകാലത്തിൽ അത് എന്റെ വണ്ടിയുടെ മുമ്പിൽ പെട്ടു, അത് ചത്തു. അത് ഞാനെന്താ ഉത്തരവാദി? ശരിയാണ്. പക്ഷെ ഒരു മാനുഷിക പരിഗണന അധികാരിയുടെ ഭാഗത്തുനിന്നും കൂടി ഉണ്ടാവണം. ബലേ മൂക്കറ്റ കുടിച്ച് വന്ന് എന്റെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് തോന്നിയാസം പറയുന്നത് എന്താ ന്യായം? അത് കേൾക്കട്ടെ ആദ്യം. വരുമാനം മുടങ്ങിയതിന്റെ വിഷമത്തില് ഇത്തിരി കുടിച്ചു.
അത് സത്യ. വണ്ടി മുട്ടിച്ചവന്റെ മുമ്പിൽ ചെന്ന് 4 വർത്തമാനം പറഞ്ഞു. അതും സത്യ. അതെ 10 വയസ്സ് നഷ്ടപരിഹാരം കിട്ടുന്ന ആരും കരുതണ്ട ഇവിടെ. കൂടുകൂടെ പാല് കറക്കും പയ്യ കുഞ്ഞുണ്ണിക്ക് നീ സ്വന്തം, ഈ കുഞ്ഞുണ്ണിക്ക് നീ സ്വന്തം. എന്താ ഭീഷണിയാ? ഭീഷണി എന്നല്ല, ജപ്തി. വെള്ളച്ചാല് കയ്യേറി അയൽക്കാരന്റെ ഭൂമി സ്വന്തം നിലയ്ക്ക് ജപ്തി ചെയ്ത് അവനവന്റെ അവിടേക്ക് റോഡ് ഉണ്ടാക്കിയത് ഒരു കുറ്റം. ആടിനെ വണ്ടി കയറ്റി കൊന്നു. അതിന്റെ വയറ്റില് പറക്കാതിരിക്കുന്ന 2 കുട്ടികളുണ്ടായിരുന്നു. ശിക്ഷ കടുക്കും തന്നെ. കഞ്ചാവിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ അധികാരി കുറച്ച് ഉയർക്കും. 8,000 ഉറുപ്യ അധികാരി കുഞ്ഞുണ്ണിയായിട്ട് കൊടുക്കണം. എന്നാ ജപ്തി നടപടി ഒഴിവാക്കാം. എന്താ ശരിയല്ലേ വക്കീല്? കുഞ്ഞുണ്ണിക്ക് 10,000 കിട്ടണം, യാതൊരു സംശയമില്ല കാര്യത്തിൽ. പണം ഞാൻ തരാം. ആ ചത്ത ആടിനെ എന്താ കാട്ടിയ എന്നുള്ളത് കുഞ്ഞുണ്ണി ഇവിടെ പറയണം. അതിനെ കുഴിച്ചിട്ട് അപ്പൊ തന്നെ. എന്റെ വണ്ടി മുട്ടി ചത്ത ആടിനെ മുഴുവനായിട്ട് കുഴിച്ചിട്ടോ അതോ? അതെ, കുഞ്ഞുണ്ണിയോട് മാത്രമായിട്ടല്ല ഞാൻ പറഞ്ഞത്. കുഞ്ഞുണ്ണിക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ വേണ്ടി വന്ന ഓരോരുത്തരോടാണ് ഞാൻ കേട്ടത്. ചോദ്യത്തിന് ഉത്തരം വേണം. ആർക്കും ഒരു മറുപടി ഇല്ലേ? സ്വദേശിക്കോ കുഞ്ഞുണിക്കൊന്നും പറയാല്ലേ? അതപ്പോ നിങ്ങൾക്ക് ആർക്കും മറുപടി ഇല്ലേ? അത് ഞാൻ തന്നെ പറയാം. ചത്ത ആടിനെ നിങ്ങൾ എല്ലാവരും കൂടി പങ്കിട്ടെടുത്തു. ബാക്കി വന്ന തോലും 3-4 എല്ലും കഷ്ണം കൂടി കുഴിച്ചിട്ടു. നിങ്ങളൊക്കെ തിന്ന് തീർത്ത ഇറച്ചിക്കും കള്ളിനും ഞാൻ നഷ്ടപരിഹാരവും തരണം. ഇതല്ലേ കേസ്? രാമൂട്ടേട്ടാ, അടയ്ക്കാപുത്തൂരെ തമിഴിന്റെ ചന്ത കയറായിട്ടുണ്ടോ? എനിക്ക് പോണായിരുന്നു. എനിക്കും പോണായിരുന്നു. പയ്യന് പുല്ലരിയാണ്ടേ. ഇറങ്ങിയാലോ? വിധി എന്താന്ന് കേൾക്കാതെ ആരും ഇവിടെ പോണ പ്രശ്നമില്ല. ഇനി വിധിക്കാൻ പോണത് സുപ്രീം കോടതിയാ. എന്താ രാമൂട്ടി പോലീസേ? ഇപ്പൊ വാരി പ്രതിയാവുന്നാ തോന്നണേ. ഒന്നും വേണ്ടിയിരുന്നില്ല. ആ പയ്യനെ ജപ്തി ചെയ്ത മഹാൻ അവിടെ ഒന്നുകൂടെ കാണട്ടെ. ആരാണ് കുട്ടി സമക്ഷത്ത് വരണം. ഇവരുടെ കൂടെ പങ്കുപറ്റാൻ കൂടെയുള്ള ഇല്ല. പച്ച നുണയാണ്. ഇടിച്ചു പിഴിഞ്ഞ് കഷായം വെക്കണമെന്ന് പറഞ്ഞ് തല കൊണ്ടുപോയതേ സ്വദേശിയാ. കഞ്ചാവ് ആടിന്റെ തലേ. കൊള്ളാം കൊള്ളാം. ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പേ പയ്യ അവിടെ എത്തിയിരിക്കണം. അല്ലെങ്കിൽ യഥാർത്ഥ കോടതി എന്താന്ന് ഞാനവിടെ കാണിച്ചു തരും. എല്ലാവരോടാ പറയണേ. കണ്ടുകിട്ടിയ മുതൽ ഇപ്പൊ തന്നെ അവിടെ തിരിച്ചേൽപ്പിച്ചോ? സ്ഥലം വിട്ടോ, സ്ഥലം വിട്ടോ. മേടിച്ചോ? ബാക്കി കാശേ ചിങ്കിടിയോടെ മേടിച്ചോ? പുസ്തകത്തിലില്ലാത്ത പലതും സമൂഹത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. നല്ലൊരു വക്കീലാവാൻ.